You are watching TV Next. അമ്പൂരിക്കാരുടെ സ്വപ്നം ഇന്ന് യാഥാർത്ഥ്യമാവുകയാണ്. അമ്പൂരിക്കാരുടെ സ്വപ്നമായ ഈ കുമ്പിച്ചൽ കടവ് പാലം, അതായത് ഗോത്രവിഭാഗങ്ങൾ തന്നെ പേരിട്ടിരിക്കുന്ന സുന്ദരപാലം, ഇന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ജനങ്ങൾക്ക് തുറന്നു കൊടുക്കുകയാണ്. അതിൻ്റെ വിശേഷങ്ങളിലേക്ക്. നമ്മുടെ ഗാലറി ഓഫ് നേച്ചർ എന്ന ചാനലിൻ്റെ MD ആണ് നമ്മുടെ കൂടെ നിൽക്കുന്നത്. ചേട്ടാ, ഗാലറി ഓഫ് നേച്ചർ എന്ന് പറയുമ്പോൾ തന്നെ ഇത് ഇപ്പോൾ ഒരു ഗാലറി ഓഫ് നേച്ചർ ആയിട്ടുണ്ട്. നമ്മുടെ ഈ കുമ്പിച്ചൽ കടവ് പാലം, സുന്ദരപാലം എന്നാണ് ഇപ്പോൾ ഇവിടുത്തെ ഗോത്രവർഗ്ഗക്കാർ തന്നെ അതിന് പേരിട്ടിരിക്കുന്നത്. MLA യുടെ ദീർഘകാലത്തെ പരിശ്രമത്തിൻ്റെ ഫലമായും ഈ പാലം സാക്ഷാത്കരിക്കുകയുണ്ടായി. ഒപ്പം തന്നെ ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ സഹാവ് എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി റിയാസ് സാറും കൂടെ ചേർന്നാണ് ഇത് ഉദ്ഘാടനം ചെയ്തത്. ഈ മുഹൂർത്തത്തിൽ, ഈ സുന്ദര മുഹൂർത്തത്തിൽ എന്ത് തോന്നുന്നു? പറയാൻ ഒരുപാടുണ്ട്. രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഞാൻ ഈ നാട്ടുകാരനാണ്. എൻ്റെ ജന്മനാട് അമ്പൂരിയാണ്. അപ്പോൾ ഏകദേശം ഇന്ന് ഞാൻ രാവിലെ തന്നെ നമ്മുടെ MLA യുടെ പ്രൊഫൈൽ, അതായത് ഫേസ്ബുക്ക് പോസ്റ്റിന് ഞാനൊരു കമൻറ്റ് ഇട്ടിരുന്നു. കഴിഞ്ഞ ഈ ഉന്നതിയിൽ നിന്നും ഇങ്ങോട്ട് നാടുമായിട്ട് കണക്ട് ചെയ്യേണ്ട ഈ ഒരു പാലം എനിക്ക് ഓർമ്മയുള്ളത് എൻ്റെ കുട്ടിക്കാലത്ത് ഇവിടെയാണെന്ന് തോന്നുന്നു. ഈ കുമ്പിച്ചൽ കടവിലൊരു വള്ളം മറിഞ്ഞ് ഒരാൾ മരണപ്പെട്ടു. അതായത് ഞാൻ വീട്ടിൽ നിന്ന് കുട്ടമല സ്കൂളിലൂടെ നടന്നു പോകുന്ന ആ സൈഡിലാണ് ഇത് ആ ബോഡി കൊണ്ടുവന്നത്. അന്ന് അവിടെ വെച്ചൊക്കെ പോസ്റ്റോൺ ചെയ്യുന്ന ആവശ്യം അത് കട്ടിയോ. അപ്പോൾ അങ്ങനെ ആ കാലം തൊട്ടേ ഇവിടെ നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് ഇവിടെ ഒരു പാലം എന്ന സ്വപ്നം. ഇപ്പോൾ പാലം കൂടെ ആയപ്പോഴത്തേക്ക് ഇത് ഏറ്റവും നല്ലൊരു സെൽഫി പോയിൻ്റായിട്ട് മാറിക്കഴിഞ്ഞു. അതിൽ അഭിമാനിക്കാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ CK ഹരീന്ദ്രൻ MLA യുടെ അശാന്ത പരിശ്രമം തന്നെയാണ്. അതോടൊപ്പം തന്നെ അമ്പൂരി എന്ന സ്ഥലത്ത് ആദ്യമായിട്ടായിരിക്കണം കേരള മുഖ്യമന്ത്രി എത്തുന്നതെന്ന് തോന്നുന്നു. എന്തുകൊണ്ടും നല്ലൊരു ജനങ്ങൾക്ക് ഏറ്റവും സന്തോഷമായൊരു സ്ഥലമാണ്. പക്ഷേ എനിക്കിനി ഒരു അഭ്യർത്ഥന കൂടെ ഉള്ളത്, നമ്മുടെ തിരുവനന്തപുരം ജില്ലയ്ക്കകത്ത് ഗ്രാമപ്രദേശങ്ങൾ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ടൂറിസം സാധ്യതയുള്ള ഒരു പഞ്ചായത്താണ് അമ്പൂരി ഗ്രാമപഞ്ചായത്ത്. ഇവിടുത്തെ ഏറ്റവും കൂടുതൽ സ്ഥലങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നത്, ഇവിടെ പ്രൊമോട്ട് ചെയ്തിട്ടുള്ളത് ഞാൻ കൂടെയാണ്. അതിലും എനിക്കൊരു അഭിമാനമുണ്ട്. കാരണം കൂനിച്ചമല എന്ന് തുടങ്ങി ഇവിടെയുള്ള കുമ്പിച്ചൽ കടവ് പാലം, കരിമംകുളം കടവ്, നെല്ലിക്കാമല, മാടശ്ശേരി, ഇങ്ങനെയുള്ള എല്ലാ പോയിന്റുകളും എൻ്റെ യൂട്യൂബ് ചാനലിലൂടെയാണ്. ലോങ് വീഡിയോ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ റീൽസ് ഇഷ്ടം പോലെ കാണും, പക്ഷേ ലോങ് വീഡിയോ എൻ്റെ ചാനലിലായിരിക്കും കാണുക എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ അങ്ങനെ പ്രൊമോട്ട് ചെയ്യുമ്പോൾ എൻ്റെ ഒരു റിക്വസ്റ്റ് ഇവിടുത്തെ സർക്കാരിനോടും MLA-യോടും ഒരു റിക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ, ഒരു ബ്രിഡ്ജ് ടൂറിസം പോലെ, അതായത് ഇവിടെ നിന്ന് കണക്ട് ചെയ്ത് നേരെ നെയ്യാർ ഡാം, കോട്ടൂർ,
പുത്തൂർ ഇത്രയും ഒരു കണക്ട് ചെയ്തൊരു ടൂറിസം, ഒരു ബോട്ട് സർവീസും കാര്യങ്ങളും വരാമെങ്കിൽ 3 പഞ്ചായത്തിനെ കണക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു ടൂറിസം നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ സ്വപ്ന പദ്ധതിയായി മാറിയിരിക്കും. എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം. ഈ ഒരു വികസനം എന്ത് ഫീൽ ചെയ്യുന്നു ചോദിച്ചാൽ, കരിപ്പയാറിനപ്പുറത്തുള്ള 11 ആദിവാസി ഊരുകളിലെ ജനങ്ങൾക്ക് നാടുമായി ബന്ധപ്പെടാൻ പറ്റിയൊരു അവസരമാണ്. നേരത്തെ ഇവിടുത്തെ സ്കൂൾ കുട്ടികളായിരുന്നാലും ഒരാൾക്ക് അസുഖം വന്നാൽ പോലും അവരെ തലച്ചുമടായി കട്ടിലിൽ കിടത്തി എടുത്തുകൊണ്ട് വന്ന് ചാക്കിൽ കെട്ടി വള്ളത്തിൽ കയറ്റി ആറ്റിനക്കരെ കൊണ്ടുവരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. മഴ പെയ്താൽ സ്കൂൾ കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള ഒരു പരിപാടി നടക്കാത്തൊരവസ്ഥ വന്നു. പ്രിയങ്കരനായ ജനകീയ MLA അദ്ദേഹം ഇത് കണ്ടെത്തുകയും ഇതിനൊരു പോംവഴി എന്നുള്ളതിലാണ് അദ്ദേഹം സംസ്ഥാന സർക്കാരിനെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഈ പദ്ധതി പൂർത്തിയാക്കിയതും ഈ നാട്ടിലെ ജനങ്ങളുടെ ഏറ്റവും വലിയൊരു ആഗ്രഹം സബലീകരിക്കാൻ ബഹുമാനപ്പെട്ട CK രവീന്ദ്രൻ MLAക്ക് സാധിച്ചു എന്നുള്ളതാണ് സത്യം. സ്വാഭാവികമായിട്ടും അവർ കാട്ടുൽപ്പന്നങ്ങൾ വിറ്റാണ് അവരെ ജീവിതമാർഗം നടത്തിക്കൊണ്ടിരുന്നത്. മറിച്ച് ഈ പാലം വന്നതോടുകൂടി ഈ പാലത്തിനക്കരക്കര ഒരു ടൂറിസം മേഖലയായി മാറി. അത് അവരുടെ ജീവിത നിലവാരത്തിന് ഗുണനിലവാരത്തിന് ഒരുപാട് മാറ്റം വരുത്താൻ ഈ പാലം കൊണ്ട് കഴിയും. അതിന് പ്രിയങ്കരനായ MLA CK രവീന്ദ്രനെയും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനും അതോടൊപ്പം തന്നെ പൊതുമരാമത്ത് മന്ത്രി ശ്രീ മുഹമ്മദ് റിയാസും വഹിച്ച പങ്ക് വലുതാണ്. അതിന് അവരോട് ഇവിടുത്തെ ജനത കടപ്പെട്ടിരിക്കുന്നു. ഭയങ്കര ഗംഭീരമായൊരു അഭിമാനമാണ് നമുക്ക് തോന്നുന്നത്. പ്രത്യേകിച്ച് പാറശാല നിയോജക മണ്ഡലത്തിൽ എത്രയോ വർഷത്തിന് 1957 മുതൽ ഒരു ജനവിഭാഗം ഒറ്റപ്പെട്ട് കഴിഞ്ഞിരുന്ന ഒരു ജനവിഭാഗത്തിന് ഇവിടുത്തെ സാധാരണക്കാർ മനുഷ്യരുമായി അടുപ്പിക്കുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് ഇന്ന് കൊണ്ട് കാണാൻ കഴിഞ്ഞത്. CK രവീന്ദ്രൻ എന്നായ ജനപ്രിയനായ MLAയുടെ കഴിവുകൊണ്ട് മാത്രം ഒരു ഒറ്റപ്പെട്ട ജനവിഭാഗത്തിന് ചേർത്തണച്ച് നിൽക്കുന്ന പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു ജനവിഭാഗത്തെ ചേർത്ത് അണയ്ക്കാൻ കഴിഞ്ഞു എന്നുള്ള വലിയ അഭിമാനത്തോടു കൂടിയാണ് നമുക്ക് ഇന്ന് ഇവിടെ വന്നത്. നമ്മളൊക്കെ നെയ്യാറ്റിൻകരയുടെ അടുത്ത് നിന്ന് വന്നതാണ്. ഈ ഒരു പാലത്തിനെ കാണാനും ഇവിടുത്തെ ജനങ്ങളെ കണ്ടറിയാനും ഈ ഒരു അഭിമാന നിമിഷത്തിൽ പങ്കുചേരുവാനായി വന്നവരാണ് നമ്മൾ. MLA വന്നതിന് ശേഷം അങ്ങയുടെ ഒരു ആത്മാർത്ഥമായ പരിശ്രമം കൊണ്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. വളരെ സന്തോഷമാണ് ഇന്നത്തെ ദിവസം ഇത്തരമൊരു മേഖലയിൽ ഒരു വലിയൊരു വികസന പ്രവർത്തനം നമ്മുടെ MLA CK രവീന്ദ്രൻ കൊണ്ടുവന്നത് വളരെ സന്തോഷമാണ്. കാരണം 2 സ്ഥലങ്ങൾ ഒറ്റപ്പെട്ട് കിടന്ന സ്ഥലത്ത് ഒത്തുചേർത്തുകൊണ്ട് ഒരു പാലം നിർമ്മിച്ച് നാടിന് സമർപ്പിച്ചതിന് വളരെ സന്തോഷം. പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങളെ ഒന്നിച്ചു ചേർത്തിക്കൊണ്ട് നാടിന് സമർപ്പിച്ചതിന് നമുക്ക് അഭിമാനമാണ്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ റെഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക.